പറഞ്ഞു തലവേദന ഒരു ഹെഡേക്ക് വന്നാൽ തീരാവുന്നതുള്ളൂ ആ ദിവസം മുഴുവൻ അല്ലേ. നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെയുള്ള സർക്കുലേഷൻ കൂടാതെ തന്നെ നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്ലൂയിഡ്സിനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട്. ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളെ പുറന്തള്ളാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ സർക്കുലേഷനിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കുലേഷൻ നടക്കണമെങ്കിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്യണം, നമ്മൾ ജോയിൻ്റൊക്കെ മൂവ് ചെയ്യണം. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളത്തിന് നമ്മുടെ സ്പൈനിന് എന്തെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭുജംഗാസനം, അതുപോലെ കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള നൗകാസനം, സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേദനകൾക്കും അല്ലെങ്കിൽ ഇതുപോലെ നംബ്നെസ് അല്ലേ, തരിപ്പ്, കൈ വിരലുകൾക്ക് തരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ റീജിയനിലുള്ള പെയിൻ, ഇതിനെല്ലാം ആശ്വാസം. ഒരു ഫോർവേഡ് ബെൻഡിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ്, ഒരു റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റ്. പക്ഷേ ബാക്ക് പെയിൻ കൂടെ വരിക, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ. ബാക്ക് പെയിൻ വന്നാൽ ഓഫ് കോഴ്സ് ഡോക്ടേഴ്സ് എല്ലാം പറയും നന്നായി റെസ്റ്റ് എടുക്കുക ആദ്യത്തെ സ്റ്റേജിൽ. അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്നതോടുകൂടി ആ വയറ് തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ അപകടങ്ങളൊന്നും ചെയ്യാതിരിക്കുക, നല്ലൊരു ട്രെയിനറുടെ അണ്ടറിൽ തന്നെ. നമ്മുടെ ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പുതുതലമുറയിലുള്ളവർക്ക് തന്നെ ഇന്ന് തലവേദന അല്ലെങ്കിൽ മുട്ടുവേദന, കാലുവേദന, ശരീരമാസകലം വേദനയാണ്. പലപ്പോഴും നമ്മൾ ഈ ട്രോൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്തവൈബായി അങ്ങനെ പറഞ്ഞൊക്കെ ഒരുപാട് കളിയാക്കലുണ്ട്. ഇപ്പം എനിക്ക് മുട്ടുവേദന എടുക്കുന്നതാ തന്തവൈബായി, ആ ഒരു രീതിയിലേക്ക് വരെ ആൾക്കാർ കളിയാക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് എല്ലാവരും സിറ്റിംഗ്, അതായത് ഇരുന്നിട്ട് ചെയ്യുന്ന, കമ്പ്യൂട്ടറിലൊക്കെ നോക്കി ചെയ്യുന്ന ജോബുകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പെടലി വേദന, കഴുത്ത് വേദന, തണ്ടല് വേദന, അങ്ങനെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പം യോഗ കൊണ്ട് അതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്കറിയാം, ഞാനായാലും എല്ലാവരായാലും നമുക്കധികം ബുദ്ധിമുട്ടാതെ വളരെ ഈസി ആയിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാവുന്ന ജോലിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എ സിയുടെ അണ്ടറിലും കൂടി ആണെങ്കിൽ ഒന്നുകൂടി കംഫർട്ടായി. അപ്പോൾ എല്ലാ മാതാപിതാക്കളും ആയാലും അതെ, കുട്ടികളെ അങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിക്കാനാണ് എല്ലാവരുടെ ലക്ഷ്യം, നമ്മളടക്കം എല്ലാവരുടെയും. ഓക്കെ, അത് നല്ല തന്നെയാണ്. പക്ഷെ അത് അത്ര ഹെൽത്തി ആണോ എന്നാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു തലവേദന, ഒരു ഹെഡേക്ക് വന്നാൽ തീരാവുന്നതുള്ളൂ ആ ദിവസം മുഴുവൻ അല്ലേ. ഒരു തലവേദന വന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമുക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റില്ല, ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് വരാം, പല നമുക്ക് ആ ഒരു ദിവസത്തെ നമുക്ക് ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറ്റാൻ കഴിയും. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അതായത് ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ ചെറിയ തലവേദന, വലിയ തലവേദനയൊക്കെ, പിന്നെ അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കിടന്നുറങ്ങുക അല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അതെ. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ ഓരോ ബോഡി പാർട്സിലേക്കും സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവിടേക്ക് ഓക്സിജൻ നന്നായിട്ട് പ്രോംപ്റ്റായിട്ട് എത്തി അവിടെയുള്ള എനർജി യൂട്ടിലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സർക്കുലേഷൻ, അത് നമുക്കറിയാം, നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെയുള്ള സർക്കുലേഷൻ കൂടാതെ തന്നെ നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫ്ലൂയിഡ്സിനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ രണ്ട് സർക്കുലേഷനും പ്രോംപ്റ്റ് ആക്കാൻ യോഗ വളരെ ഹെൽപ്ഫുള്ളാണ്. ഏത് എക്സസൈസും ഹെൽപ്ഫുള്ളാണ്, എങ്കിലും യോഗ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ ഒരുപാട് ഫോർവേഡ് ബെൻഡിങ്, അതായത് തല കുനിച്ചിട്ടുള്ളത്, നന്നായിട്ട് നമ്മൾ ബാക്ക്വേർഡ് ബെൻഡിങ് വരുന്നത്, കിടന്നിട്ടുള്ളത്, ഇരുന്നിട്ടുള്ളത്, അതിൽ തന്നെ ട്വിസ്റ്റിങ്, അങ്ങനെ പല എല്ലാ ബോഡി പാർട്സിനും എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസിനും നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. എല്ലാ ജോയിൻസിനും ഒരുപാട് ഫ്ലെക്സിബിലിറ്റി വരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ, അത് നമുക്ക് സാധാരണയുള്ള സർക്കുലേഷൻ വർക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹാർട്ടാണ്. ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ അതിന് കഴിവുണ്ട് എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യാൻ. ലിംഫാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഓരോ മസ്കുലാർ മൂവ്മെൻറ്റ്സ് അനുസരിച്ചാണ്. നമ്മുടെ മസ്കുലാർ ആക്ടിവിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജോയിൻ്റ് ആക്ടിവിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷൻ നന്നായിട്ട് കറക്റ്റാവും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ശരീരത്തിലുള്ള വസ്തുക്കളെ പുറന്തള്ളാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ സർക്കുലേഷനിലൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കുലേഷൻ നടക്കണമെങ്കിൽ നമ്മൾ നന്നായി വർക്ക് ചെയ്യണം, നമ്മൾ ജോയിൻ്റൊക്കെ മൂവ് ചെയ്യണം. നമ്മളിപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണതും നല്ലത് തന്നെയാണ്, ഒരിക്കലും നല്ലതല്ല നമുക്ക്. അല്ല, യോഗയിൽ അതേ കൂട്ട് തന്നെ നമ്മൾ അത്രത്തോളം ശക്തമായിട്ട് തീർച്ചയായും വർക്കൗട്ട് ചെയ്യണം. തീർച്ചയായും
അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ പറഞ്ഞു ബാക്ക് പെയിൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. നമുക്കറിയാം നമ്മുടെ ബാക്കിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലാണ്, നമ്മുടെ വെർട്ടിബ്രൽ ബോൺസ്. ഈ വെർട്ടിബ്രൽ ബോൺസിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പൈനൽ കോഡ് ഉള്ളത്. അപ്പോൾ ഈ സ്പൈനൽ കോഡിൽ നിന്നും ഒരുപാട് നെർവ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ നെർവ്സാണ് നമ്മുടെ ശരീരം മുഴുവൻ സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഈ വെർട്ടിബ്രൽ കോളത്തിന്, നമ്മുടെ സ്പൈനിന് എന്തെങ്കിലും അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരിക, ഈ അറേഞ്ച്മെൻറ്റിന് വ്യത്യാസം വരാൻ വലിയ വലിയ കാര്യങ്ങൾ വേണമെന്നില്ല. നമ്മൾ കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബാണ്, നമ്മൾ ഇങ്ങനെ കുനിഞ്ഞു നിന്നുള്ള ഒരു ജോലി ചെയ്യുന്ന ആളാണ്. ഈവൻ ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന ആളെപ്പോഴും സ്റ്റൂപ്പിംഗ് ആണ് അവരുടെ ഒരു പൊസിഷൻ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ വെർട്ടിബ്രൽ ബോണിനും അതിന് ചുറ്റുള്ള മസിൽസും ഒക്കെ അതിന് വേണ്ടിയിട്ട് അഡാപ്റ്റേഷൻ സംഭവിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ഡിസ്ഫിഗർമെൻ്റ് അവിടെ വരും. അപ്പോൾ അതിനനുസരിച്ച് അതിൽ നിന്നും വരുന്ന നെർവ്സിലും എല്ലാം വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സർക്കുലേഷനിൽ ഒരുപാട് വ്യത്യാസം വരും. നമ്മുടെ മസിൽ അതിൻ്റെ നോർമൽ ഫങ്ഷനിൽ നിന്നും മാറി അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ നമ്മൾ അതിന് ഓപ്പോസിറ്റ് നമ്മുടെ യോഗ എടുത്ത് നോക്കിയാൽ അതിലറിയാം നമുക്ക് ഒരുപാട് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള നെക്കിന് ഒരുപാട് മൂവ്മെൻറ്റ് കൊടുക്കുന്നുള്ള യോഗാസനാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജോലി എന്തായാലും കളയാൻ പറ്റില്ല. അപ്പോൾ ആ ജോലിയുടെ കൂടെ തന്നെ അതിനെ നമുക്ക് ഒരു കോൺട്രാ എന്ന് പറയും, ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. കോൺട്രാ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുനിഞ്ഞ് നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ആണ് അല്ലേ, ഫോർവേഡ്. അപ്പം നമുക്കതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഏറ്റവും നന്നായിട്ട് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ടുള്ള യോഗാസനാസ് സെലക്ട് ചെയ്യാം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദന കുറയും. പക്ഷെ അത് മാത്രം കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നാൽ അതും പ്രശ്നം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള വാമപ്പും ബാക്കിയുള്ള ചെറിയ യോഗാസനാസും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബാക്ക്വേർഡ് ബെൻഡിങ്ങിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള ആസനാസാണ് വരുന്നത്, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി നമുക്ക് ഏത് ആസനയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്കിപ്പോൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആസനാസ് നമുക്ക് കാണുമ്പോൾ തന്നെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള ആസനാസ് ഒന്നും സെലക്ട് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭുജംഗാസനം, അതുപോലെ കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള നൗകാസനം, ബോട്ട് പോസ്. ഭുജംഗാസനത്തിന് പേര് നമുക്കറിയാം കോബ്ര പോസ്. അതുപോലെ ഇരുന്നു കൊണ്ടുള്ള ഗോമുഖാസനം. ഇതുപോലെ നമ്മുടെ സ്പൈനിനെ സ്ട്രെയിറ്റ് ആക്കാൻ സഹായിക്കുന്ന യോഗാസനാസ് എല്ലാം സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വേദനകൾക്കും, അല്ലെങ്കിൽ ഇതുപോലെ നംബ്നെസ് തരിപ്പ്, വിരലുകൾക്ക് തരിപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ റീജിയനിലുള്ള പെയിൻ, ഇതിനെല്ലാം ആശ്വാസം. അല്ല, നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം ചെയ്യണോ അതോ നമ്മൾ കുറേ വട്ടം ചെയ്യണോ? അതായത് ഇപ്പം ഓരോ ആസനാസം ഉണ്ടല്ലോ, അത് നമ്മളിപ്പോൾ ഒരു വട്ടം ഒരു ആസന ചെയ്തിട്ട് അത് വീണ്ടും ചെയ്യണോ, അത് എത്ര വട്ടം ചെയ്യണം എന്ന് വല്ലതും ഉണ്ടോ? അതും ഇന്ന് തെറ്റായിട്ടൊരു കൊണ്ടുപോകുന്നുണ്ട് പലരും. നമുക്കറിയാം 100 തവണ ചെയ്യാം, വയറ് കുറയാൻ 100 തവണ കാലുയർത്തുക താഴ്ത്തുക, അങ്ങനെ നമുക്ക് കാണാം. പക്ഷെ അത് അത്ര നല്ലതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബ്യൂട്ടീഷ്യൻ കുനിഞ്ഞ് നിന്നുള്ള ജോലി ചെയ്യുമ്പോൾ അതേ എഫക്റ്റാണ് അവിടെ വരുന്നത്. നമ്മൾ ഒരേ മൂവ്മെന്റ് ഒരുപാട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മസിൽസും എല്ലാം അതിനനുസരിച്ച് അഡാപ്റ്റ് ആവും. അപ്പം നമുക്ക് ബാക്കിയുള്ള മൂവ്മെന്റ്സിലും പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഓൾട്ടർനേറ്റ് ഒരു ഫോർവേഡ് ബെൻഡിങ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ്, ഒരു റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലെഫ്റ്റിലേക്കുള്ള മൂവ്മെൻറ്റ്, അങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്കിപ്പോൾ ഒരു ഭുജംഗാസനം ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 2-3 തവണ ചെയ്യാം. ഭുജംഗാസനം നമ്മൾ ബാക്ക്വേർഡ് ബെൻഡിങ് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് നേരെ ഓപ്പോസിറ്റുള്ള പവൻ മുക്താസനം ഒരു 3 തവണ കൂടി ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ആസന ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പിന്നീട് ചെയ്യുക. അങ്ങനെ ഒരു 2-3 വട്ടം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ചില യൂട്യൂബിനകത്തൊക്കെ കാണും, ഇപ്പൊ 100 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവാൻ 10 വട്ടം ചെയ്യുക, അല്ലെങ്കിൽ 20 വട്ടം ഇത്ര ദിവസം ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തമ്പൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതെല്ലാം തെറ്റാണല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാണെന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അത് നമുക്കൊരു പെർട്ടിക്കുലർ ഒരു അസുഖം, ഇപ്പോൾ വയറ് കുറയാൻ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്തിരിക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഒരു ബോണസ് പോലെ ബാക്ക് പെയിനും കൂടി കിട്ടുന്നു മാത്രം. ചിലപ്പോൾ വയറ് കുറയാം, പക്ഷെ ബാക്ക് പെയിൻ കൂടെ വരിക. അപ്പം നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, നമ്മൾ റെസ്റ്റ് എടുക്കേണ്ടി വരും അല്ലേ? ബാക്ക് പെയിൻ വന്നാൽ ഓഫ് കോഴ്സ് ഡോക്ടേഴ്സ് എല്ലാം പറയും നന്നായി റെസ്റ്റ് ആദ്യത്തെ സ്റ്റേജിൽ. അപ്പോൾ ആ റെസ്റ്റ് എടുക്കുന്നതോടുകൂടി ആ വയറ് തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ അപകടങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ലൊരു ട്രെയിനറുടെ അണ്ടറിൽ തന്നെ കുറച്ചു കാലം പഠിച്ചതിന് ശേഷം നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്.